ഞായറാഴ്ച പലർക്കും ഹോളിഡേ ആണെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് കുറച്ച് പണികൾ അധികമുള്ള ദിവസം ആവാറുണ്ടല്ലേ. നമ്മുടെ ഈ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് അന്ന് അലക്കലായി, പിടിക്കലായി, തുടക്കലായി, ക്ലീനിങ് ആയി, എൻ്റെ പൊന്നി എഫട്ടം നോക്കിയാലും പണിയാണ്. അപ്പം അങ്ങനെ ഒരു ദിവസത്തിലേക്ക് നമുക്ക് കടന്നു കയറണമല്ലോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറമാണ്. പിന്നാമ്പുറം നന്മകളാൽ സമൃദ്ധം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിനേക്കാളും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ ആണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അവിടെയാണ് നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഈ എലിക്കോണിയൊക്കെ ഇങ്ങനെ മുറ്റിൽ വളരുന്നത്, ബുഷിയായിട്ട് വളരുന്നത് എങ്ങനെയാണ് ശ്രീന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ ആയിരിക്കാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാഴയ്ക്കൊക്കെ ഇടുന്ന വളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു സൈഡിൽ അഗ്ലോണിമയും ഒരു സൈഡിൽ എലിക്കോളിയാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂഡ് ഓഫ് ആവുന്ന സമയങ്ങളിൽ ഇതിനെ മാറ്റി നടലും അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കലും പെയിൻ്റ് അടിക്കലും ഒക്കെയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെയാണ്. ഇവിടുത്തെ ഈ ഒരു എറയം കാണാനും നല്ല ഭംഗിയാണ്. വരാണ്ട അതിലിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ടൈലൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് മിക്ക ചെടികളും നമ്മൾ പറിച്ച് നടുന്നതും വെക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവിടെ കുറച്ചും കൂടി നല്ല ഭംഗിയിലാക്കാന്ന് വിചാരിച്ച് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി ഗമട്ടം ഐഡിയാസ് ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. സ്റ്റോൺ പാത്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോൺ മേടിക്കാൻ മണ്ണുത്തി വരെ പോകണം. അപ്പോൾ അത് ഇവിടേക്ക് കൊണ്ടുവരുന്ന നേരം ഉണ്ടെന്നുണ്ടെങ്കിലും പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വേറൊരു മുറ്റം മൊത്തത്തിലൊന്ന് ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തെടുക്കാം. അത്രയ്ക്ക് ചിലവാണെന്ന്. അത് കാരണം ഞാൻ വിചാരിച്ചു ഉള്ള ബേബി മെറ്റൽ വെച്ച് നമുക്ക് ഇപ്രാവശ്യം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പാലക്കാടൊക്കെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് ചൂടൊക്കെ കൂടുന്ന സമയത്ത് പത്രത്തിൽ നമ്മളിങ്ങനെ വിണ്ട് കയറിയിട്ടുള്ള പാലക്കാടിൻ്റെ ദൃശ്യങ്ങൾ കാണാറില്ലേ? അതുപോലെയാണ് കുറച്ച് ദിവസമായിട്ട് മുറ്റം കിടക്കുന്നത് കേട്ടോ. ഇവിടെ വെള്ളം അടിച്ചിട്ടിട്ടേ ആ വെള്ളം ഇങ്ങനെ താന്ന് ചെളിയായിട്ട് അങ്ങനെ വരണ്ട് ഇങ്ങനെ വിണ്ട് കീറുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു. മാത്രമല്ല ഇവിടെ പച്ച കളറിലുള്ള പൂപ്പായും വരും. അത് നന്നായിട്ട് വെയിൽ വരുന്ന സമയത്ത് ഉണങ്ങുമ്പോൾ ഈ കാണുന്ന രീതിയിലാവും കേട്ടോ. പിന്നെ വലിയ കാര്യത്തിൽ പുല്ലൊന്നും ഉണ്ടാവില്ല. പുല്ലിന് ഇവിടെ വളരാനായിട്ടുള്ള സാഹചര്യം ഇല്ലേ, നമ്മൾ മിക്കതിന് അടിച്ചു വരുന്ന കാരണം കൊണ്ടേ. അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ കാട് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ നല്ല വൃത്തിയായ മുറ്റത്ത് ഇങ്ങനെ നട്ടിരിക്കലേ ആ കാട്ടിലേക്ക് നോക്കാൻ ഭയങ്കര രസമാണെന്ന്. പല സൊല്യൂഷൻസും കിട്ടും നമ്മുടെ ജീവിതത്തിലത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അതിങ്ങനെ കാത്തിരുന്ന് ഇരിക്കുക, അതിങ്ങനെ നോക്കിയിരിക്കുക, അതിനുള്ളിൽ നിന്ന് ആ മഞ്ഞ് വരുന്നതൊക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്ത് ഇവിടേക്ക് ഒന്ന് പെയിൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീകുട്ടൻ കണ്ടോ എൻ്റെ അത്രയായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ഇങ്ങനെ എൻ്റെ അത്രയെന്ന് പറയൂലേ. കാരണം നിങ്ങളിങ്ങനെ അവൻ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് കാരണം കൊണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇമാജിൻ ചെയ്യാൻ പറ്റും ശ്രീകുട്ടൻ എത്രമാത്രം വലുതായിരുന്നു. ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടു, ദൈവം ശ്രീകുട്ടൻ എന്തുമാത്രം വെച്ച് വലുതായി എന്ന്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ശ്രീകുട്ടൻ്റെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് പെയിൻ്റ് അടിക്കുക തന്നെയായിരുന്നു അവൻ. ഞാനും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു സുഖമുള്ള തെറാപ്പിയാണിത്. ഇതിൻ്റെ ഇലകളൊക്കെ ചില സമയത്ത് മഞ്ഞ കളർ വരും. അപ്പോൾ നമ്മൾ NPK ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പച്ച കളറിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. ഇതിൻ്റെ വിത്ത് തരുമോ തൈ തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊന്ന് അയച്ചു കൊടുക്കാനായിട്ടുള്ള സൗകര്യം നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നെങ്കിലും ഒക്കെ നിങ്ങൾ ആ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തരാമെന്ന് മാത്രം. പിന്നെ ഈ ചെടികൾ പറിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് കാരണം കൊണ്ട് പൊതുവെ ഞാനങ്ങനെ ചെടികൾ പറിച്ച് നടന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ചെറിയ ഇലകളൊക്കെ മാറ്റി നടുന്നു മാത്രം. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ തരാം കേട്ടോ. ഇപ്പോൾ ഫൈനലി ഇതാ നല്ല നീറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ വശങ്ങളായിട്ടേ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് പുട്ടുണ്ടാക്കണം. പുട്ടും കൂണാണ് നമ്മൾ ഉണ്ടാക്കണത്. അതിനേക്കാളും മുന്നേ 1-2 പ്രോഡക്റ്റ് ഞാൻ മേടിച്ചപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ അടക്ക ചോറും പാത്രത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപ്പേരി അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പാത്രമാണ്. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. 110 രൂപ മറ്റോ ആയിട്ടുള്ളൂ. 2 പാത്രം ഉണ്ടായിരുന്നു. 2 കൂടിയിട്ട് 200-300 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളൂ കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ ഉള്ളി തൊണ്ടൊക്കെ പൊളിച്ചിടുക, വെളുത്തുള്ളി തൊണ്ട് പൊളിച്ചിടുക, ഇഞ്ചി വൃത്തിയാക്കി ഇടുക. ഒരെണ്ണത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും സവോള കുറച്ച് അരിഞ്ഞ് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ അതിൽ തന്നെ ഒതുങ്ങി കിട്ടും. ഒരു പ്രിപ്പറേഷൻ എന്ന് പറയില്ലേ, അത് എന്താ പറയുക, നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നോ അല്ലെങ്കിൽ
പ്രിപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ നമുക്ക് ഓർണമെന്റ്സ് ഇട്ട് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇതുപോലത്തെ 2 നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ ഓരോന്നോരോന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് മൊത്തത്തിലൊന്ന് 1 വീക്ക് പ്രിപ്പറേഷൻ പണ്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചെയ്യാതെയായി, കാരണം എന്നും ഡെയിലി ഫുഡ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിമ്മിലേക്കൊക്കെ പോകണതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫുഡുകളെ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മസാല ബോക്സും മേടിച്ചു കേട്ടോ. ഈ മസാല ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. 6 ഉള്ളത്. ഒരെണ്ണം കൂടെ വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ മസാല ബോക്സിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ കൊള്ളുള്ളൂ. ഇതാകുമ്പോൾ കുറേ കൊള്ളൂ, ഒരു 100-150 ഗ്രാമോളം കൊള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് വയ്ക്കും, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കും, മല്ലിപ്പൊടി ഇട്ട് വയ്ക്കും, പിന്നെ ഗരം മസാലയും ഉപ്പും അതോടൊപ്പം തന്നെ വേറെ എന്താ നമ്മൾ കുരുമുളക് പൊടിയും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഒരുവിധം എല്ലാത്തിലും ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഇടിച്ച മുളകിടും, പിന്നെ കല്ലുപ്പ് ഇടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അതും കൂടിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി മസാല ഉപയോഗിക്കും നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ അങ്ങനെ വേറെ കാര്യങ്ങൾ വലിയ പൊടികളും പിന്നെ എന്താ പൊടികളൊക്കെ ഉള്ളത്, കടുകൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കുക അല്ലേ, അതൊക്കെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ മേടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. മേടിക്കേണ്ട അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിലും കൂടി ആകുമ്പോൾ നമ്മൾ ആകെ മെസ്സി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഒഴിവാക്കാം നമ്മുടെ കിച്ചണിൽ. മാത്രമല്ല മസാല അങ്ങോട്ടും ഇങ്ങോട്ടും മണം സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മഷ്റൂം അതുപോലെ തന്നെ മഷ്റൂം പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ പുട്ട് പണ്ട് നമ്മൾ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ മഷ്റൂം ഇപ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 59 രൂപയാണ് കേട്ടോ അവിടെ ലുലുവിൽ നമ്മുടെ മഷ്റൂമിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില. നല്ല പ്രോട്ടീനൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡല്ലേ. അത് കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ താഴത്തെ തട്ടിലിട്ടിട്ട് ഒരു മഷ്റൂം കൂൺപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഓയിൽ ക്യാൻ, അത് അടിപൊളിയാണ് കേട്ടോ. പോർ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒലിവെണ്ണ ആയാലും ഒഴിച്ചാൽ മതി. ഒലിവെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒലിവെണ്ണയും കുറച്ച് നമ്മുടെ എന്താ പറയുക ഇതിടും, വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളതിൽ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴളുമ്പോൾ ഇതുപോലെ മസാല ബോക്സ് ഉണ്ടെങ്കിൽ അതിലത്തെ എല്ലാ പൊടികളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കൂണും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. പുട്ടിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഈ ഒരു കുറേ വെള്ളത്തിൽ കുഴച്ച് വയ്ക്കുന്ന പുട്ട് കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. കറി ഇതേ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വേവണ്ട കൂണ്, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ തന്നെ കൂണിൻ്റെ ടേസ്റ്റിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ചില്ല് മാറ്റി വെച്ചിട്ട് ചില്ലിട്ടിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ കൂണിൻ്റെ കറി ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഭാഗ്യന് വലിയ ഇഷ്ടമല്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഒഴിവാക്കിയത്. ഇവിടെ കുറേ നാളായിട്ട് പുല്ലുകൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ പൊടിയൊക്കെ ഇരുന്നിട്ട് കേടായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ അരിപ്പൊടി എടുത്തിട്ട് പുട്ടുണ്ടാക്കിയത് കേട്ടോ. ആക്ച്വലി പുല്ലിൻ്റെ ആണ് ഭാഗ്യന് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അരിപ്പൊടി ഇടുന്നു, പിന്നെ ഇത്തിരിയും കൂടെ നാളികേരം ഇടണു, ഇത് വേവിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ പുട്ട് എന്ന് പറയുന്നത്. വൈകുന്നേരമൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പുട്ടിൻ്റെ കഷ്ണവും പിന്നെ 2 റോബസ്റ്റ പഴവും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ മീൽ റെഡിയാവും കേട്ടോ. കാലത്താണെങ്കിലും ഒരു കഷ്ണം തന്നെയേ കഴിക്കാറുള്ളൂ. ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതും അതുപോലെ തന്നെ പോർഷൻ കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും കാർബ് ലോ ആയിട്ടുള്ള ഫുഡൊക്കെ സെലക്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ഡയറ്റും ഇരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഫുഡ് കുറച്ച് കഴിക്കുക എന്ന് ഉദ്ദേശിക്കണേ ഇല്ല ഡയറ്റിൻ്റെ. ഇതങ്ങോട്ട് എനിക്ക് കുഴച്ച് കഴിക്കുക. എൻ്റെ സാറേ, ആ റോബസ്റ്റ് വെള്ളം നമ്മുടെ ഇവിടെ ഉണ്ടായതാട്ടാ, ഒരു കൊലയുണ്ട്. ഇനി ഒരു ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ അടക്കള പരിപാടികളൊക്കെ ഒഴിവായി. നമ്മൾ ഇന്നലെ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം കൊണ്ട് മീൻകറി ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 3 ആളുള്ളൂ നമ്മുടെ പണിക്ക് വരുന്ന ചേട്ടന്മാർക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത്. അത് കാരണം കൊണ്ട് കുറച്ച് ദിവസമായി അവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്കൊന്ന് കുനുകുന അരിഞ്ഞ് ഒരു കോവക്കായ ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ അരിയുന്ന സമയത്ത് നിങ്ങൾ പറയാറില്ലേ ശ്രീയുടെ വീഡിയോ ഞങ്ങൾ കാണുന്നത് ഈ അരിയുന്ന നേരത്തെ അടുക്കള പണിയിലൊക്കെയാണെന്ന്. ഞാനങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ റീല് കാണുന്നതൊക്കെ. പക്ഷേ റീൽ ഇങ്ങനെ തോണ്ടി വിടണം എന്നുള്ള കാരണം മിക്കതും ഞാൻ ഏതെങ്കിലും പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി ടെല്ലിൽ കഥകളാണ് കേൾക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ കൂടല്ലാതെ അതിൽ നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സവോള അങ്ങനെ കടിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കാറില്ല.
പിന്നെ നമ്മുടെ ഈ ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു കോവക്കായ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടി ഉപ്പിട്ടിട്ട് ഇളക്കി കൂട്ടി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉപ്പേരി റെഡി. ഇതിന് കുത്തിക്കാച്ച എന്നാണ് ഇവിടെ പറയാത്ത. ഇത് അടിപൊളിയാണ്. പിന്നെ ഇത്തിരി ചോറും മീൻകറിയും ഈ ഒരു സംഭവം, പിന്നെ നമ്മുടെ കൂണക്കറി ബാക്കിയുണ്ടല്ലോ അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൺഡേസിൽ വൈകുന്നേരം ആകുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ബെഡ്ഷീറ്റ് മാറ്റാന്നുള്ളത്. 2 പുതിയ ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ റൂമിൻ്റെ ഒരു പിക്ചർ കാണിച്ചപ്പോൾ, ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ ആരോ ചോദിച്ചായിരുന്നു താഴെ വുഡാണോ ശ്രീ എന്ന് ചോദിച്ചായിരുന്നു. അത് വുഡല്ല, ടൈലാണ് കേട്ടോ, മരത്തിൻ്റെ ടൈലാണ്. എനിക്ക് തോന്നുന്നു കജാരിയയുടെ ടിംബാനിയ റോസ് വുഡോ അങ്ങനെ എന്തോ ഒരു പേരിലാണ് അത് വരുന്നത് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചായിരുന്നു നമ്മുടെ കിച്ചണിൽ അതൊക്കെ ഇട്ടാൽ മതിയായിരുന്നു. നമ്മൾ വീടൊക്കെ പണിഞ്ഞ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് വേറെ വീടുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മതിയായിരുന്നു അങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ തോന്നുക. നമ്മുടെ വീട് പണിയുന്ന സമയത്ത് എനിക്ക് ഒരു ABCD അറിയണ്ടായിരുന്നില്ല വീടിനെ കുറിച്ച്. അത് കാരണം പ്രത്യേകിച്ച് അറിവുകളൊന്നും ഷെയർ ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ കുഞ്ഞു ഐഡിയാസൊക്കെ വന്നപ്പോൾ വീട് പണിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ റെഫറൻസ് എടുത്ത് വീട് പണിയുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ഇപ്പോൾ വിപിൻ ചേട്ടനായാലും മാനിയായാലും അവർ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എപ്പോഴും ഫിറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് മേടിക്കുക കേട്ടോ. വില കുറവാണ്, മാത്രമല്ല വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇട്ടടത്ത് കിടന്നോളും, എങ്ങടും പോയില്ല, അവിടെ കിടന്നോളും ആ സാധനം. നല്ല ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയാണ് ഇതിങ്ങനെ 4 സൈഡിലും പൂട്ടി ഇട്ട് കൊടുക്കുക എന്നുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പിന്നെ അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലൊരു ക്യാപ്പൊക്കെ ഇടണില്ലേ, ആ ഒരു പ്രതീതിയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും നനച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. ഞാൻ നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോരായ്മ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള പോരായ്മ മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കൊന്ന് കിടക്കണം ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവർ ഉണ്ടല്ലോടാ, അത് നമുക്ക് പറ്റില്ല. ഇവിടുത്തെ പില്ലോസൊക്കെ ഭയങ്കര വലുതാണ്. നമ്മുടെ ഒന്നില്ലെങ്കിൽ വെയ്ക്ക് ഫിറ്റിൻ്റെ ബെഡായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ ബെഡായിരിക്കും. അതിനോടൊപ്പം കിട്ടുന്ന ആ ഒരു പില്ലോകൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ചെറിയത് സ്റ്റാൻഡേർഡ് സൈസ് ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ സ്റ്റാൻഡേർഡ് സൈസ് അല്ല. അങ്ങനെ ആ റൂമൊന്ന് വൃത്തിയാക്കി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റൂമൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. ഇവിടെ കിടക്കുന്നത് എമ്മയുടെ ബെഡാണ്. ഇത് ഭയങ്കര സ്പഞ്ചിയാണ് കേട്ടോ, ഭയങ്കര ഒരു കുഷ്യൻ ഇഫക്റ്റ് ഉള്ളതാണ്. വെയ്ക്ക് ഫിറ്റിനേക്കാളും വിട്ടിട്ട് 8 ഇഞ്ചിൻ്റെ ബെഡാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, വെള്ളം തന്നെ, അതായത് കുട്ടികളൊക്കെ ചൂച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പോവാത്ത രീതിയിലുള്ള ഒരു കവറുണ്ട്. ബെഡ് കവർ എന്നാണ് അതിനെ പറയുക. അതിങ്ങനെ ഉള്ളിൽ ഒരു തരം പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ബെഡൊക്കെ സ്പോയിൽ ആവാണ്ടിരിക്കുകയും ചെയ്യും. കുട്ടികളൊക്കെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ കെടുത്തണ്ട എന്ന് പറയാൻ നമ്മുടെ ബെഡ് കേടായാലും എന്നൊരു പേടി നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു എതിർപ്പ് പറയാതെ ധൈര്യമായിട്ട് കിടന്നോളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് മാറ്റി കഴുകിയാൽ മതി, അത് കഴുകാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാ ബെഡിലും ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അതിൻ്റെ ഒരു 4 വർഷമായി നമ്മളത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ. അപ്പോൾ ചെറുതായിട്ട് അതും അങ്ങനെ പൊടി പിടിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിരിക്കുകയാണ് കഴുകാൻ വേണ്ടിയിട്ട്. കൈകൊണ്ട് കഴുകാണ് കുറച്ചും കൂടി ഉത്തമം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരില്ല. പില്ലോ കവറുകളൊക്കെ വെട്ടി എടുത്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ റൂമിലത്തെയും പില്ലോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഏത് ബെഡ്ഷീറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ എത്ര വേനൽക്കാലം ആയാലും ഞാനൊക്കെ പുതച്ചിട്ട് തന്നെയാണ് കിടക്കുക. ശ്രീകുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതുപോലെ ഇങ്ങനെ വെള്ളം തെളിച്ചു തരിക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ. ശ്രീജ.